പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ICL ഒന്നിച്ചോണം പൊന്നോണം ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഘോഷയാത്ര വർണ്ണാഭമായി. കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ICL ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, CEO ഉമ അനിൽകുമാർ, മുൻ മന്ത്രി ഡോക്ടർ R ബിന്ദു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, BJP സബ് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചമണ്ട, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA റിയാസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. പുലിക്കളി, കുമ്മാട്ടിക്കളി, ഫ്ലാഷ് മോബ്, തിരുവാതിരക്കളി, ഓണവുമായി ബന്ധപ്പെട്ട ഫാൻസി ഡ്രസ് തുടങ്ങി നിരവധി കലാരൂപങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര നഗരം ചുറ്റി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഒട്ടനവധിയായിട്ട് കലാരൂപങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്. നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ പ്രധാന വീതിയിലൂടെ കടന്നാണ് ഈ പ്രൗഢോജ്വലമായിട്ടുള്ള ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഇവിടെ അറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഫിൻകോർട്ടിൻ്റെ MD ആയിട്ടുള്ള കുമാർ ചെയർമാൻ, എല്ലാവരും കൂടെ ആയിരക്കണക്കായിരം ബഹുജനങ്ങളുണ്ട്. എല്ലാവരും കൂടി ചേർന്നുള്ള ഘോഷയാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും വിനോദത്തോടുകൂടി ഈ ഘോഷയാത്രയുടെ പ്രാമുഖ്യം ഞാൻ ഉപയോഗിക്കുന്നതായിട്ട് അറിയിക്കുന്നു.
എടക്കുളം ശ്രീനാരായണ ഗുരു സ്മാരക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KV ജിനരാജദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗുരുവിന്റെ വഴി പ്രായോഗിക ജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഗുരു നിത്യ ചൈതന്യയതിയുടെ ശിഷ്യനും എഴുത്തുകാരനുമായ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ പ്രതിഭകളെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി ആദരിച്ചു. സംഘം ജനറൽ സെക്രട്ടറി VC ശശിധരൻ സ്വാഗതവും ട്രഷറർ KK വത്സലൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ദൈവമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമായി നമുക്കൊക്കെ അനുഭവപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ടാകാൻ വേണ്ടി താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ ക്രൂരമായ അനാചാരങ്ങൾക്കെതിരെ നന്നായി വാക്കുകൾ ഉപയോഗിച്ച് മനസ്സുകളിൽ മാറ്റമുണ്ടാക്കി ശത്രുക്കളാണെങ്കിൽ അവരുടെ മനസ്സിലും നല്ല ചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാവരെയും അതിശയം സൃഷ്ടിച്ച് കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ഏറ്റവും വലിയ ഒരു യുഗപ്രഭാവനായി നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ്റെ ജന്മം തന്നെ ഒരു സവിശേഷമാണ്. ഒരു പ്രകാശം പോലെ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗുരുദേവ സന്ദേശങ്ങൾ കുറേയൊക്കെ എത്തിയിട്ടുണ്ട്, ഇനിയും എത്താനുണ്ട്. എത്രമാത്രം മനസ്സിലാക്കും തോറും അത്രത്തോളം ആരാധനയും ബഹുമാനവും ഭക്തിയും ഗുരുദേവനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഉണ്ടാകുകയാണ്. ഗുരുദേവൻ എത്രയോ പ്രായോഗികമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. പ്രാക്ടിക്കലായി ക്ഷേത്രം പണിത് കൊണ്ട് മാത്രം കാര്യമില്ല. വിദ്യാലയം വേണം, വിദ്യ കൊണ്ട് പ്രബുദ്ധമാകണം. ആത്മീയ ബലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധമായി നമുക്ക് അറിവുള്ള ആളുകളായി മാറും. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ഇന്ന് ഗുരുദേവൻ രചിച്ച പ്രാർത്ഥനാ ഗീതം എത്രയോ. ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി വൈസ് പ്രസിഡന്റ് E ബാലഗംഗാധരൻ, സെക്രട്ടറി K വേണുഗോപാലൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നദാനിയൽ തോമസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ G മധു, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഓണം കൂടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പഴയകാലത്തെ പോലത്തെ ഓണമെല്ലാം ഓണങ്ങൾ മഹാബലി ഒരുമിച്ച് കൊടുക്കുന്ന നമ്മൾ മനസ്സിലായിരുന്നു. മഹാബലി ചവിട്ടിയാണെന്ന് ഓണം സെറ്റായി. പഴയ പ്രശ്നങ്ങൾ മാറി രണ്ടുപേരും ഒരേ ടീമായി ഓണത്തിനൊന്ന് മാറ്റണമെന്ന് ആലോചിച്ചാൽ മതി. അത് കൈവരുന്ന ഇയാസതാണ് നമ്മുടെ നാട് ജൻസി ഓണങ്ങൾ ആഘോഷിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി വരികയാണ്. എന്തൊക്കെയാണെങ്കിലും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഏറ്റവും സ്നേഹത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇന്നും നമ്മുടെ തിരുവോണം. എവിടെയൊക്കെ മലയാളികളുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം നാട്ടിലേക്ക് ഓടിയെത്താനും ബന്ധുക്കളോടൊപ്പം ഓണം ആഘോഷിക്കാനും കാണിക്കുന്ന ഒരു ആവേശമാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. വിമാനത്തിൻ്റെ നിരക്കുകൾ വലിയ പോലെ കുറച്ചു വീഴും, ട്രെയിൻ ടിക്കറ്റുകളുടെ നിരക്ക് വലിയ പോലെ കുറച്ചു വീഴും, ബസ് ചാർജുകൾ വലിയ പോലെ കുറച്ചു വീഴും. ഒക്കെ നമ്മുടെ മലയാളികളുടെ ആവേശപൂർവ്വം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവർ കാണിക്കുന്ന ആവേശം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം. മഹാബലി നാടുമാറിയ കാലത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങൾ. മാവേലി നാടുവാണെന്ന് പറഞ്ഞാൽ സർവ്വരും ഒരേപോലെ വാണിരുന്ന ഒരു രാജ്യം. കള്ളത്തരയില്ല, കള്ളപ്പറയില്ല, കള്ളനാണയില്ല, കള്ളന്മാരില്ലാത്ത ഒരു രാജ്യം.
അതാണ് മഹാബലി നമ്മുടെ നാട് ഇരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിൽ നമ്മളെല്ലാവരും ഐതിഹ്യങ്ങളിൽ കൂടി കേട്ടിട്ടുണ്ട്. അനീന റോസ് പി എസ് ആണ് രണ്ടാം. മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാമണിയാവ്. മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവാരാ ചൊല്ല്. തിരുവാമണിയാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 38-ാം വാർഡിലെ സുഗന്ധി അംഗൻവാടിയുടെയും തണൽ വയോജന ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വാർഡ് കൗൺസിലർ വിനീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷൈല സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശാ വർക്കർ ഷിജി, മുൻ കൗൺസിലർ വത്സല ശശി, ഗായത്രി എന്നിവർ ആശംസകൾ നേർന്നു. തണൽ വയോജന ക്ലബ് സെക്രട്ടറി UK സേതുമാധവൻ സ്വാഗതവും അംഗൻവാടി ടീച്ചർ ശോഭന നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 8-ാം വാർഡിൽ സംഘടിപ്പിച്ചിരുന്ന ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ CC ഷിബിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മ സേനാംഗങ്ങൾ എന്നിവർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. അംഗൻവാടി ടീച്ചർമാരായ സ്നേഹപ്രഭ, സുഭദ്ര, ആശാ വർക്കർമാരായ ശാന്താമണി വേണു, ബിന്ദു ഉദയദാസ്, ADS അംഗങ്ങളായ സുനിത ശിവദാസൻ, മിനി പുഷ്പൻ, ജെനി രാജു, ശ്രീകല സത്യൻ, രജനി, ശ്യാമ സനീഷ്, സിന്ധു, രാഗി എന്നിവർ നേതൃത്വം നൽകി. അത് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ സ്നേഹം കൂടും. അതാണ്. പിന്നെ ഷിബിനാണെങ്കിൽ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളാണെങ്കിൽ ഷിബിൻ്റെ ഒപ്പമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചീനെ കണ്ടിരുന്നു. അവിടെ പാട്ടൊക്കെ പാടിയിട്ടുള്ളതാണ്. 2 സ്ഥലത്ത് ചെന്നപ്പോഴും ചേച്ചീനെ കണ്ടു. അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഷിബിൻ്റെ കാര്യം വെച്ചു. ഷിബിൻ ഞങ്ങളുടെ മോനാ. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഷിബിൻ്റെ പ്രവർത്തനം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മകൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അത് നമുക്ക് പ്രവർത്തിക്കുന്നവരുണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു ഊർജ്ജസ്വലത ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതെന്തായാലും നന്നായി. പിന്നെ ഇവിടെ ശ്മശാനം, എനിക്കറിയാം പഞ്ചായത്തായിരുന്ന സമയത്ത് ഇവിടെ ശ്മശാനം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യമൊക്കെ നോക്കിയതാണ്. പക്ഷേ ചില ഒരുപാട് ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നിച്ചു വരണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ അത് കയ്യിൽ നിന്ന് വിട്ട് പോയി ഇപ്പോൾ ഷിബിനാണ് അതിൻ്റെയൊക്കെ ഒരു യോഗം വന്നിരിക്കുന്നു. തോന്നുന്നു ഓരോരുത്തർക്കും ഓരോന്ന് കൽപ്പിച്ചിട്ടുണ്ടാവും ഈശ്വരല്ലേ, നിന്നിലൂടെ വരണമെന്ന്. അപ്പോൾ ആ വരവാണ് ഇപ്പോൾ ഇവിടെ ഒരു പൂക്കൃഷി ആരംഭിക്കാനും നിങ്ങളെല്ലാവരും സജീവമായിട്ട്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നഗരസഭ 22ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രിയ ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, ടൗൺ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് എന്നിവർ ആശംസകൾ നേർന്നു. മുൻ കൗൺസിലർ അവിനാഷ് സ്വാഗതവും നിഷ മേനോൻ നന്ദിയും പറഞ്ഞു. പല മേഖലകളിലായിട്ട് ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. സാമൂഹിക സംഘടനകളുടെ പേരിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ, നിങ്ങളുടെ വീടുകളുടെ സിവിൽ സൊസൈറ്റികളുടെ പേരിൽ, പല പല പേരുകളിലായിട്ട് നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനും നിങ്ങളെ ആദരവ് ഏറ്റുവാങ്ങാനും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ വർത്തമാന തലമുറ എങ്ങനെ കുറെ കൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയാക്കി അവരെ മാറ്റാം എന്നാണ് സമൂഹത്തിൽ ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മുടെ പുതിയ തലമുറകളെ കുറിച്ച് കാലങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ ലക്ഷ്യബോധം തെറ്റിപ്പോകുന്നുണ്ടോ, അവരുടെ പ്രവർത്തനങ്ങളിലെ വൈകല്യങ്ങൾ കടന്നു വരുന്നുണ്ടോ, അവർ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകുന്ന ഒരു തലമുറയായിട്ട് മാറുന്നതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഭാവിയിലെ ഈ രാജ്യത്തിൻ്റെ കഴിവ് കൈപിടിക്കുന്നത് നിങ്ങളാണ്. ഈ രാജ്യത്തിൻ്റെ ക്ഷേമവും ജനങ്ങളുടെ ഐശ്വര്യവും നാടിൻ്റെ നന്മയും ഉണ്ടാക്കിയെടുക്കാൻ വലിയ പങ്ക് വഹിക്കേണ്ടത് യുവതലമുറയായിട്ടുള്ള നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയായിട്ട് മാറ്റാൻ എന്നുള്ളതാണ് രാജ്യത്തെ എല്ലാ സംഘടനകളും നേതൃത്വവും പരിശോധിക്കുന്നത്. അതിനനുസൃതമായ രീതിയിലുള്ള സ്വീകരണങ്ങളും അനുമോദനങ്ങളും നൽകാൻ തയ്യാറാകുന്ന പ്രധാന കാരണമാണ്. ടിയ ജർമ്മൻ ക്യാമ്പസ് ഓണാഘോഷ പരിപാടികൾ ഓണാരവം 2026 മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. ടിയ മാനേജിംഗ് ഡയറക്ടർ സോണി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെന്റ് ജോസഫ് കോളേജ് ഡീൻ സിസ്റ്റർ ജസ്ലിൻ, സാമൂഹ്യ പ്രവർത്തകനും JFS ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് ടെൽസൺ കോട്ടോളി എന്നിവർ ഓണ സന്ദേശം നൽകി. ടിയ ഡയറക്ടർ അഖിൽ പ്രദീപ്, ബ്രാഞ്ച് മാനേജർ ഏഞ്ചല ജോയ് എന്നിവർ ആശംസകൾ നേർന്നു. ജർമ്മൻ ഭാഷാ പഠനത്തിൽ വിജയിച്ചവർക്കുള്ള അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. വീടുകളിലൊന്നും കുട്ടികളില്ല, എല്ലാ കുട്ടികളും പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ എൻ്റെ മകളൊക്കെ ആദ്യം ബിടെക് കഴിഞ്ഞപ്പോൾ പുറത്തു പോയി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി പഠിക്കണം മീൻസ് പുറത്ത് ഇതുപോലെ ജോലി ചെയ്യാനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഒരു മോള് ഒരു മോനാണുള്ളത്. ഇവര് അവിടെ പോയി പഠിച്ച് പിന്നെ അവിടെ സെറ്റിലായാൽ നമുക്ക് അത് നമ്മുടെ ഒരു സ്വാർത്ഥതയാണ്, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ. പക്ഷെ അവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും നമ്മൾ വേണ്ടെന്ന് വയ്ക്കാൻ അല്ല നമ്മളതൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുട്ടികളാണ്. ഒരുപാട് പേർ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവർ അതെല്ലാം നേടിയെടുത്തവരാണ്. അതിൽ പലരും ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.